ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദേവയാനി ചന്തുമോൾക്കാണെങ്കിൽ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന അങ്ങോട്ട് വരുന്നുണ്ട്. മോൾക്ക് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് കഥകളൊക്കെ കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, അതുകൊണ്ടാണ് എന്ന് പറയും. എന്നിട്ട് മോളോടായിട്ട് പറയുന്നുണ്ട്, എന്നേക്കാൾ കൂടുതൽ കഥകൾ അറിയാവുന്നത് ഈ നിൽക്കുന്ന നയനമ്മയ്ക്കാണ്. നയനമ്മയ്ക്ക് കഥകൾ അറിയാം, പടം വരയ്ക്കാൻ അറിയാം, കവിത ചൊല്ലും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് മോളോട് കളിച്ചോടാൻ പറഞ്ഞങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് പറയുകയാണ്, മോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്, ആ ചിന്തയിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, മോൾക്ക് ആകെ വിഷമമാണ്, ഇവിടെ വിഷമിപ്പിക്കുന്നവരുമുണ്ട്. ശരിക്കും ഇതുപോലൊരു അവസ്ഥയിൽ തന്നെയാണ് ജലജ ഇങ്ങോട്ട് കയറി വന്നത്. കുറച്ചുകൂടെ മുതിർന്നിട്ടാണ് എന്നേ ഉള്ളൂ. പക്ഷേ അവൾക്കാണ് മോളെ ഒട്ടും കണ്ടുകൂടാത്തത്. അവളെന്താ ഇങ്ങനെയായി പോയേ എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നയനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന ആദർശിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ആദർശ് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കും കേട്ടോ. നേരത്തേന് നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ആദർശേ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും ഇല്ല എന്നിങ്ങനെ പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ആദർശിൻ്റെ സ്വഭാവം ഈയിടെയായിട്ട് ഇത്തിരി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ചന്തുമോളും ഇങ്ങോട്ട് വന്നതിന് ശേഷം. ചന്തുമോളും ആദർശമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, പിന്നെന്താ ആദർശ് ഇങ്ങനെ മാറിയത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് മാറ്റമൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നതിന് ശേഷം ഒരാൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വന്ന ആളുമായിട്ട് അതിന് ബന്ധമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, എൻ്റെ മനസ്സിൽ കിടന്ന് ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് നിന്നോട് ഞാൻ പറയാം, പക്ഷേ അതിനകത്ത് പ്രതി ഞാനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത്. കനക മരിച്ചപ്പോൾ അവിടെ ചെന്ന കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ ഒന്ന് ചുരുക്കി അങ്ങ് പറയുകയാണ് ആദർശ്. അത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് പെട്ടെന്ന് സ്വഭാവം മാറും. ആദർശേട്ടൻ അതുകൊണ്ടാണല്ലേ മോളോട് ഇത്ര ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദർശിനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ആ കുട്ടിയെ അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്, പക്ഷേ ഞങ്ങളുടെ ഒരു ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നയനെ അങ്ങോട്ട് ദേഷ്യപ്പെടുക കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആദർശേട്ടന് വിവാഹത്തിന് മുമ്പ് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായതല്ലേ ആ കുട്ടി എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുക. നേരെ ആദർശ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, മുത്തശ്ശന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയും. പക്ഷെ നയന കേൾക്കില്ല കേട്ടോ. ഏതായാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് താഴോട്ടിറങ്ങി പോരുവാണ്. അന്നേരം ആദർശ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. താഴോട്ടിറങ്ങി വരുമ്പോൾ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയൊക്കെ ഉണ്ട്. വന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുകയാണ്, മുത്തശ്ശൻ ലോകം മൊത്തം പറയാറുണ്ട് മുത്തശ്ശൻ നുണ പറയാറില്ല എന്ന്, എന്നിട്ടാണ് ഇതുപോലൊരു കള്ളത്തരം ചെയ്യാൻ ആദർശിൻ്റെ കൂടെ കൂട്ടുനിന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം ദേവയാനിയും ഈ മുത്തശ്ശിയൊക്കെ ഇതൊന്നും അറിയാത്തത് കൊണ്ട് അവരിങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അന്നേരം എന്താ മോളെ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയാവോ? ആ ചന്തുമോളില്ലേ, ആ ചന്തുമോൾ ശരിക്കും ആദർശേട്ടൻ്റെ കുട്ടിയാണ്. ആദർശേട്ടൻ വിവാഹത്തിന് മുമ്പ് സ്നേഹിച്ചിരുന്നതാണ് ആ പെൺകുട്ടി. അങ്ങനെ ആ കുട്ടിയിൽ ആ അനഘയിലുണ്ടായതാണ് ചന്തുമോള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ. നേരത്തേക്ക് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരും. അന്നേരം ഇതെല്ലാം കേട്ട് വായും പൊളിച്ചിരിപ്പുണ്ട് മുത്തശ്ശിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് മുത്തശ്ശി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശനിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല, മുത്തശ്ശൻ ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നല്ലോ, എന്നിട്ട് മുത്തശ്ശനൊന്നും മിണ്ടാതിരിക്കുകയാണ്, മുത്തശ്ശൻ സത്യങ്ങളെല്ലാം അറിയില്ലാത്തത് ഞങ്ങൾക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുകയാണ്. അന്നേരം ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴേക്കും ദേവയാനിക്കാകെ ദേഷ്യം വരും. ദേവയാനി ആദർശിൻ്റെ അടുത്ത് വന്നിട്ട്, ഈ കേട്ടതൊക്കെ സത്യമാണോടാ എന്ന് ചോദിക്കും. നേരെ ആദർശ് പറയുന്നുണ്ട്, ഈ പറഞ്ഞ ഒന്നും സത്യമല്ല, ഞാൻ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആ പെൺകുട്ടിയുടെ പിതൃത്വം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു, അത് ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് ദേവയാനി ആദർശിൻ്റെ കവിളിനിട്ടൊരെണ്ണം പൊട്ടിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അവിടെ കട്ടിലിരുന്ന് ആലോചിക്കുന്നതാണ് കേട്ടോ ആദർശ്. നേരത്തേക്ക് ഒറിജിനലായിട്ട് നമ്മുടെ നയന അങ്ങോട്ട് വരും. എന്നിട്ട് നയന ചോദിക്കുന്നുണ്ട്, എന്താ ആദർശിന് പറ്റിയത്, മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എന്ന് പറയും. അന്നേരം എനിക്ക് വിഷമമൊന്നുമില്ല, അങ്ങനെ തുറന്നു പറയാൻ പറ്റിയ യാതൊരു പ്രശ്നങ്ങളും എനിക്കില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, എന്തോ ഒരു വിഷമം ആദർശേട്ടൻ്റെ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ട്. ഈ കുടുംബത്തെ നയിക്കുന്നത് ആദർശേട്ടനാണ്, അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് ഈ കുടുംബത്തെ ബാധിക്കും, നമ്മുടെ ഈ ബിസിനസ്സിനെ ബാധിക്കും.
അതുകൊണ്ട് ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ, നമുക്കൊരു പരിഹാരം കാണാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയും. നേരം നയന പറയുന്നുണ്ട്, ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആദർശന് ഇഷ്ടപ്പെട്ടില്ലേ? ചന്തുമോളുമായിട്ട് ആദർശന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ടാണ് ആദർശ് ഇങ്ങനെ വിഷമം തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിൽ തുറന്നു പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ആദർശ് മുത്തശ്ശൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് മുത്തശ്ശനോട് പറയുകയാണ്, മുത്തശ്ശ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ എന്തിനാ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുക. നേരെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ഒരു അനിവാര്യതയായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവന്നു, അതിന് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ചന്തുമോളെ ഇവിടെ വളർത്തുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ അവളെൻ്റെ ചോരയാണ് എന്ന് പറയുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ തെറ്റ് ചെയ്യാതെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നത്? അതുകൊണ്ട് തന്നെ അത് നമുക്ക് തെളിയിക്കേണ്ടേ എന്ന് വെക്കുക. അന്നേരം മുത്തശ്ശൻ പറയുകയാണ്, നയനയും ദേവയാനയും ഒക്കെ ചന്തുമോളെ ഏറ്റെടുത്തു കഴിഞ്ഞു, അവരവളെ സ്നേഹിച്ചു തുടങ്ങി. കുറഞ്ഞ പക്ഷം ദേവയാനിയെങ്കിലും എന്നോട് ചോദ്യങ്ങളുമായിട്ട് വരും എന്നാണ് ഞാൻ കരുതിയത്, അതും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് തെളിയിക്കാൻ സമയമുണ്ട്, സാവകാശം മതി എന്നാണ് പറയുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതുവരെ ഞാൻ ഈ വിഷമം മനസ്സിൽ കൊണ്ട് നടക്കണ്ടേ? എൻ്റെ ഹൃദയത്തിൽ എന്തോ ഇരുന്ന് കത്തുന്ന പോലെ ഒരവസ്ഥയാണ് എൻ്റേത്. ഇതിനിയിപ്പം അവിടെ കൂടിയിരുന്ന ആൾക്കാരെ, അനഘയുടെ വീട്ടിൽ കൂടിയിരുന്ന ആൾക്കാരെ പലരോടും പറഞ്ഞത് പരത്തില്ലേ? അപ്പോൾ ഞാൻ ആകപ്പാടെ താണം കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അവിടെ കൂടി അവന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പുറത്ത് പറയരുതെന്ന്, ഇനി അവന്മാർ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ എന്ന് അവർ അറിയും എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവർ പറഞ്ഞില്ല എങ്കിലും ഇവിടെ ഒരുത്തനുണ്ടല്ലോ അബി, അവൻ്റെ നാക്ക് ശരിയല്ല, അവനിത് എല്ലാവരോടും പറയും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കുഴപ്പമാകും, അവനെ പോലെ സ്വഭാവമുള്ള ഒരുത്തനെ നമ്മുടെ കൂടെ കൂട്ടിയത് തന്നെ ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനിതൊന്നും പുറത്ത് പറയരുത് എന്ന് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവൻ പറയുകയാണെങ്കിൽ ഞാൻ ആരാണെന്ന് അവനും അറിയും, പിന്നീട് അവൻ ഈ കുടുംബത്തിൽ കാണില്ല എന്നൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ മുത്തശ്ശൻ പറയുക, എന്ന് കരുതി നീ അവനെ ചോടിപ്പിക്കാനൊന്നും നിൽക്കണ്ട, ഈ മുത്തശ്ശൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അന്നേരം അവൻ പറയുന്നുണ്ട്, എനിക്കിതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇതെൻ്റെ ഹൃദയത്തിൽ എന്തോ ഇരുന്ന് കത്തുന്ന പോലെ ഒരവസ്ഥയാണ്, ഈ ഒരു കാര്യം തെളിയിക്കുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതിന് ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ടല്ലോ, അത് ചെയ്യാതെ ഇങ്ങനെ കൊണ്ട് നടന്ന് ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുക, എങ്കിൽ നീ എല്ലാവരോടും അങ്ങ് പറ ഇതെൻ്റെ കൊച്ചല്ല എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ വിശ്വസിക്കുമെന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പിന്നെയും പറയും, അതല്ലേ പറഞ്ഞത്, അതിന് സാവകാശമുണ്ട്, പിന്നെ പറയാമെന്ന്. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചൊന്നുമില്ലല്ലോ, നീ എന്നെപ്പോലെ തന്നെയാണെന്ന് എനിക്കറിയാം, 100% നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പിന്നെയും പക്ഷേ ആദർശന് നല്ല വിഷമമാണ്, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് തന്നെ ആദർശ് അങ്ങ് എഴുന്നേറ്റ് പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശ് പോകാൻ വേണ്ടി റെഡിയായിട്ടിങ്ങനെ ആദർശിൻ്റെ പേഴ്സ് തപ്പുന്നതായിട്ടാണ് കേട്ടോ. അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. നയന വന്ന് എൻ്റെ പേഴ്സ് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല, ഞാൻ ആദർശിൻ്റെ പേഴ്സ് എടുക്കാറൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് അവിടെ ഡ്രോയിലും ഒക്കെ ഇങ്ങനെ തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നയന കാണുന്നത്. ആദർശിൻ്റെ ബാക്കിലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ പേഴ്സ് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പേഴ്സ് തപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് നടക്കുന്നതായിട്ട് കാണുന്നു. കാരണം നയന അടുത്തോട്ട് ചെന്നിട്ട് പേഴ്സ് എടുത്ത് കൊടുക്കും. ഈ പോക്കറ്റ് വെച്ചിട്ടാണ് ഇങ്ങനെ പേഴ്സ് തപ്പി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നോ, സോറി എന്ന് പറയുമ്പോൾ എന്താ ആദർശേട്ടന് പറ്റിയത്, ആദർശ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്തെങ്കിലും മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ സ്ഥലകാല ബോധമില്ലാതെ ഓരോന്ന് ചെയ്യുന്നതെന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ പേഴ്സിൻ്റെ പോക്കറ്റിൽ വെച്ച കാര്യം ഞാൻ മറന്നുപോയി എന്ന് കരുതി എനിക്ക് സ്ഥലകാല ബോധമില്ല എന്നൊന്നും പറയണ്ട, എല്ലാവർക്കും ഇതുപോലെ അബദ്ധങ്ങൾ പറ്റുന്നതല്ലേ, മുഖത്ത് കണ്ണാടി വെച്ചിട്ട് കണ്ണാടി തപ്പി നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് അന്നേരം നയന പറയുന്നുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ആദർശേട്ടനിൽ നിന്ന് ഞാനിങ്ങനെ ഒരു പെരുമാറ്റം ഇതുവരെ പ്രതീക്ഷിച്ചതുമല്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പലപ്പോഴും പലതും മറന്നു പോയിട്ടുണ്ട്, പക്ഷേ ആ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് ആദർശേട്ടൻ ഓർക്കുകയായിരുന്നു. ഇപ്പോൾ എന്താ ആദർശന് പറ്റിയത്, എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ടെൻഷനൊന്നുമില്ല എന്ന് പറയും.
അന്നേരത്തേനും പറയും ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അമ്മയാണ് ഫുഡ് ഉണ്ടാക്കിയത്, അമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് വേണ്ടി കഴിക്കാനല്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ആദർശത്തെ വന്നേ എന്ന് പറയും. നേരം വേറെ നിവൃത്തിയില്ലാതെ ആദർശങ്ങ് ചെല്ലുക കേട്ടോ. ഈ സമയം ഫുഡ് കഴിക്കാനുള്ളതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് ദേവയാനി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്തുമോൾ അവിടെ മാറി നിന്നിത് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അന്നേരമാണ് നയനെ ആദർശം കൂടി ഇറങ്ങി വരുന്നത്. അന്നേരം ആഹാ മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ, ഇങ്ങോട്ട് വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട എന്നൊക്കെ ചോദിച്ച് നയന, എന്നിട്ട് നയന ചന്തുമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുക. ആദർശ് അന്നേരം ഭക്ഷണം കഴിക്കാനിരുന്നു. എന്നിട്ട് മോളെ നയന മടിയിൽ വെച്ചേക്കുകയാണ്. എന്നിട്ട് നയനമ്മ മോൾക്ക് വായി വെച്ച് വാരി തരാട്ടോ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം എടുത്ത് വെച്ചിട്ട് മോളുടെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആദർശ് ഇങ്ങനെ ചന്തുവിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. ചന്തു ആദർശിനെ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ദേവയാനി ആദർശിൻ്റെ തോളിൽ തട്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന മോളെ, അതല്ലേ മോൾക്ക് പേടിയാകുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് മോളോടായിട്ട് പറയുന്നുണ്ട് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഈ വീട്ടിലെ കാരണവരാണ്, അതുകൊണ്ട് മോൾ ആരെയും പേടിക്കണ്ട, അതേ ഇവനെ പോലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നിങ്ങനെ പറയും കേട്ടോ. നേരെ ഇതൊന്നും ആദർശിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആദർശ് പറയുന്നുണ്ട് 5 വയസ്സായ കുട്ടി അതിന് വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ല എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി ആദർശനോട് ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ഫുഡ് വാരി കൊടുത്തു എന്ന് കരുതി നിനക്കിപ്പോൾ എന്താ പ്രശ്നം, നിനക്കെന്താ ആദർശ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് കേൾക്കുന്ന ആദർശനങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. മോളെ ഇങ്ങനെ ആദർശനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അച്ഛനാണ് എന്നുള്ള ബോധം മനസ്സിലുണ്ടല്ലോ കൊച്ചിനോട് അങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാവാം. ഏതായാലും ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ആദർശന്. എന്നിട്ട് ആദർശ് ഇങ്ങനെ പയ്യെ ഭക്ഷണം കഴിക്കാതെ തന്നെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വിരൽ കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. അന്നേരം നയന പറയുന്നുണ്ട് ആ ഭക്ഷണം കൈയിട്ട് ഇങ്ങനെ വിരലോടിച്ചുകൊണ്ടിരിക്കാതെ എന്നാൽ ആദർശനോട് ഇങ്ങനെ പറയും. അന്നേരം ആദർശ് പറയും വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. അന്നേരം പറയും നീ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാറുള്ളതൊന്നും അല്ലല്ലോ, ഇനിയിപ്പോൾ ആ ഭക്ഷണം എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മ ചോദിക്കും. നേരത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേരാം, ഞാൻ വരുമ്പോൾ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ആഹാരം നീ കഴിക്കാറില്ലല്ലോ പിന്നെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് ആദർശന് ദേഷ്യം വന്നിട്ട് ആദർശ് ചോദിക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ച സാധനം ചൂടായില്ലേ എന്ന് അത്രയ്ക്കും ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകാതെ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്ന ദേവയാനിയും നയനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ നല്ല മനോഹര ഒരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ബൈ.